ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇന്ന് ഞാൻ എന്താ വണ്ടി ഓടിച്ചത് അവിടെ പോണയാ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം ഈസ് എ സ്പെഷ്യൽ ഡേ. നമ്മള് നാട്ടിൽ പോവാൻ മീൻസ് അവർക്കാർക്കും അറിയത്തില്ല നാട്ടിൽ പോകുന്ന കാര്യം. സോ അതിനാണ് ഞാൻ ആക്ച്വലി ഇന്നലെ ലണ്ടനിൽ വന്നത്. എനിക്കിപ്പം ഇന്ന് വൈകുന്നേരം ഹീത്രൂ ഇത് ഫ്ലൈറ്റ് ദുബായിക്കുണ്ട്. ഞാൻ ആക്ച്വലി ഇപ്പം ഫ്ലൈറ്റ് എടുത്ത് ഞാൻ ദുബായിക്ക് പോവാ. അവിടെ ചെന്ന് അമ്മയൊക്കെ കണ്ട് അവരൊരു സർപ്രൈസ് ട്രിപ്പായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ അതായിരുന്നു ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ ഈസ് ഗോയിങ് ടു ബി ലെറ്റ്. ഈ വീഡിയോ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നത് ഒരു നാട്ടിൽ ചെന്നിട്ടായിരിക്കും. ആ നാട്ടിൽ ചെല്ലാനായിട്ട് ഓൾമോസ്റ്റ് 21st നാട്ടിൽ വരുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഒരു 25th ആകുമ്പോഴത്തേക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി. സോ അതായിരുന്നു ഞാൻ പറഞ്ഞ ആ ഒരു സർപ്രൈസ്. എനിവേ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇന്ന് നമ്മള് വി ആർ ഫ്ലൈയിങ് ബാക്ക് ടു UAE. ഞങ്ങളങ്ങനെ ഫൈനലി വണ്ടി ഇട്ടിട്ട് എയർപോർട്ടിലെത്തി. നല്ല ലേറ്റാ, ഭയങ്കര ലേറ്റാ കേട്ടോ. എനിക്ക് 4:45 ഫ്ലൈറ്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 3 മണി ആറായി. നല്ല ലേറ്റാ. വണ്ടി ഇട്ടിട്ട് ഞങ്ങൾക്കാണെങ്കിൽ ടെർമിനൽ 2 കൊണ്ട് വണ്ടി ഇട്ടെ. അപ്പോൾ അവിടെ സ്ഥലം മാറിപ്പോയി. ഇപ്പോൾ ഞങ്ങൾ ജെറ്റ് വിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇവിടെ തിരക്കും കൊണ്ടുണ്ടെങ്കിൽ നല്ല പോസ്റ്റ് ആയിരിക്കും. എമിറേറ്റ്സിൻ്റെ കൗണ്ടറിലെത്തി. നമ്മളിനി അകത്തോട്ട് കയറുക. ഇവിടെ ഞാൻ ഓൾറെഡി ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്കിവിടെ വന്ന് ബാക്കി പരിപാടി ചെയ്യാനുണ്ട്. തിരക്ക് കുഴപ്പമില്ല അല്ലേ? ഓക്കെ തിരക്കാ. എന്നാണല്ലോ വെയിറ്റ് എനിക്ക് അറിഞ്ഞൂടെ, കൂടുതലാണ് കുറവാണെന്ന്. പോയി നോക്കണം. ഇവിടെ ചെക്ക് ചെയ്യുന്ന മെഷീനൊന്നും ഇല്ലല്ലേ. അങ്ങനെ എൻ്റെ വെയിറ്റിലാണ് നോക്കി സെറ്റാണ്. ഞാനിപ്പോൾ അകത്തോട്ട് കയറുക. ഇവൻ വീട്ടിൽ പോവാ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്നെ ഇവനാണ് കൊണ്ടുവിട്ടതും. ഇന്നലെ എന്നെല്ലാം കറക്കിയവനാണ്. അപ്പം ഇവനെ നിന്നെ ഇൻട്രൊഡ്യൂസ് ഒന്നും ഗൈസ് ഒന്നും സമയം കിട്ടത്തില്ല. മൊത്തം തലയ്ക്ക് കിറുക്ക് പിടിച്ചിരിക്കുക. ഇവൻ ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ഫ്രം ഇന്ത്യ അല്ല, ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിലൊക്കെ പഠിച്ചത്. കൊച്ചിലോട്ട് കളിച്ച് കുത്തി വളർന്ന എനിവേ നമുക്ക് ഞാൻ പറഞ്ഞ ലേറ്റായി. നമുക്കകത്തോട്ട് കയറാം. നമുക്ക് ബാക്കി കാര്യങ്ങൾ പോകുന്ന വഴിക്കാണ്. ഇത് ഇവിടുത്തെ ചെക്ക് ഇൻ കൗണ്ടറാണ്. ഇവിടെ നമ്മളുടെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യുക. നമുക്ക് പെട്ടി വരും. ഇവർ നോക്കും. കറക്റ്റ് 30 കിലോ ആവണം. 30 കിലോയ്ക്ക് വെളുപ്പ് വരെ കയറ്റില്ല. എൻ്റെ 30 കിലോ താഴെ ആയിരുന്നുകൊണ്ട് ഓക്കെ. എന്നിട്ട് നമ്മളിവിടെ എല്ലാം സ്കാൻ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഈ സാധനത്തിൽ കൂടെ പെട്ടി പോകാം. വാവ്, എന്താ അല്ലേ കിടു സാധനം. ഇത് ഭയങ്കരമായിട്ട് ചെക്ക് ഇൻ ടൈം കുറയ്ക്കും. നമുക്ക് ഇവിടെ വന്ന് ഞാൻ 5 മിനിറ്റ് കൊണ്ട് പരിപാടി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു. ഓൺലൈൻ ചെക്ക് ഇന്നും കൂടെ ചെയ്തിട്ട് വരുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. ഞാൻ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്താൽ കേട്ടോ. അല്ലാത്തവർക്ക് അവിടെ ചെറിയൊരു ക്യൂ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തു. ഇവിടെ വന്നു നേരെ എൻ്റെ പാസ്പോർട്ട് സ്കാൻ ചെയ്തു, ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്തു, പെട്ടി വിട്ട് പരിപാടി കഴിഞ്ഞു. ഫൈനലി നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ ഗേറ്റിന് അങ്ങോട്ട് പോവുക. ഇവിടെ സെക്യൂരിറ്റി ചെക്ക് ഇച്ചിരി നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. എല്ലാ സാധനങ്ങളും അവർ റീചെക്ക് ചെയ്തൊക്കെയാണ് വിട്ട്. അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ബാക്കിയെല്ലാം ഇറ്റ് വാസ് ഫൈൻ. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. എന്താണേലും ഇറ്റ് വാസ് വെരി സിമ്പിൾ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാ എയർപോർട്ടിലും പോകുന്ന ഒരു സിസ്റ്റം അല്ലായിരുന്നു. എല്ലാം എനിക്ക് ഫുള്ള് ലൈക്ക് നമ്മൾ സെൽഫ് ചെക്ക് ഇൻ, സെൽഫ് ബാഗേജ്, സെൽഫ് സെക്യൂരിറ്റി എല്ലാം സെൽഫായിരുന്നു. ഇവർ നമ്മൾ ചുമ്മാ സാധനങ്ങളോടൊപ്പം എല്ലാം നമ്മളെ സ്ക്രീൻ ചെയ്ത് സ്കാൻ ചെയ്ത് എല്ലാ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞു. എക്സെപ്റ്റ് ഫ്രം ദ സെക്യൂരിറ്റി പാർട്ട്. ബാക്കിയെല്ലാം ഒരു 10-15 മിനിറ്റ് പരിപാടി കഴിഞ്ഞു കേട്ടോ. ചുമ്മാ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കറങ്ങി നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കാനുണ്ടോന്ന്. നമുക്ക് ഡ്യൂട്ടി ഫ്രീ ഒക്കെ നോക്കിയിട്ട് മേടിക്കാനുള്ളതൊക്കെ മേടിച്ച് നൈസായിട്ട് ഓൺ ടു ദ ഫ്ലൈറ്റ്. സോ അതാണ് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ്, എമിറേറ്റ്സിൻ്റെ A380. ഞാനിപ്പം ഇവിടെ നല്ലൊരു വ്യൂ നോക്കി തന്നെ വന്നിരുന്നു. കാരണം ഇവിടെ നമുക്ക് ഫ്ലൈറ്റ് പോകുന്നതെന്ന് കണ്ടൊക്കെ ഇരിക്കാം. ഇവിടെ ഇപ്പോൾ വൈകുന്നേരം സമയം ഒരു 3:30 4 മണിയായി അവിടെ ഫ്ലൈറ്റ് പോകുന്നത്. ലാൻഡ് ചെയ്ത് വന്നാൽ നമ്മളിപ്പം ഫൈനലി ഫ്ലൈറ്റിൽ കയറി. ഓൾമോസ്റ്റ് എല്ലാവരും ബോർഡ് ചെയ്തു. എടുക്കാറായി. ടൈം ഇസ് ലൈക്ക് 16:30. കഴിഞ്ഞ നാട്ടിലെ 4:30 എനിക്കൊരു മിഡിൽ റോ സീറ്റാണ് എന്നാണ്. നമുക്കിനിയും ലെറ്റ്സ് സീ ഇൻ ദുബായ്. ആഫ്റ്റർ ലൈക്ക് 7 hours ഓഫ് ഫ്ലൈറ്റ് നമ്മൾ ഫൈനലി ദുബായ് എയർപോർട്ടിലെത്തി. ഇവിടുത്തെ ലോക്കൽ ടൈം വെളുപ്പിന് 3 മണി ആയതേ ഉള്ളൂ. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന്. അവർ നല്ല ഉറക്കമായിരിക്കണം. നമുക്ക് നോക്കാം എന്നാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോണത്. എനിക്ക് കയറി ചെല്ലുമ്പോൾ തെറി പറയുമോ അതോ കണ്ടതിൻ്റെ സന്തോഷമായിരിക്കും അത് കണ്ടറിയാം. ഒന്നും എനിക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഞാനിട്ട് എൻ്റെ പാൻറ്റ് കീറിപ്പോയി. എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ പുതിയ പാൻറ്റ് മേടിച്ചത്, അത് വരെ കീറിപ്പോയി. എനിവേ നമുക്കിവിടെ ട്രെയിനൊക്കെ പിടിച്ച് വേണം പോകാൻ. ഞാൻ ജസ്റ്റ് നിങ്ങൾ അതൊക്കെ കാണിക്കാം. നമുക്ക് തന്നെ വീട്ടിൽ പിന്നെയും ബാക്കി സർപ്രൈസ്.
സോ അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തി ദുബായില്. ഞാനിപ്പോ എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നത് അതായിരുന്നു എയർപോർട്ട്. നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് വെളി ഇറങ്ങി ഷാർജയിലോട്ട് പോവാ. ഇതിന് ബോർഡറുള്ള വീട്. അപ്പം ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് അറിയത്തില്ല വീട്ടിൽ എന്താ അവസ്ഥ എന്ന്. കണ്ടിട്ട് ഞെട്ടിയിട്ട് എന്തിനാണാ തിണ്ടി നീ വന്നതെന്ന് ചോദിക്കുമോ അതോ പിടിച്ച് കയറ്റുമെന്ന് അറിയത്തില്ല. എന്നാണെന്ന് നമുക്ക് കണ്ടറിയാം. ദിസ് ഈസ് മൈ ഡാഡീസ് ചേട്ടൻ. എന്നെ അങ്കിളിന് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ഈ വരുന്ന കാര്യം. അപ്പം അങ്കിൾ എന്നെ കൂട്ടാൻ വന്നേ, അല്ല ഞാൻ പെട്ടുപോയത്. അപ്പോൾ എന്നാണ് നമുക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കിയാണ്. നമ്മളങ്ങനെ ഫൈനലി വീട്ടിലെത്തി. എന്താകും അവസ്ഥ എന്നറിയത്തില്ല. ഞാനൊന്ന് പോയി കൊട്ടി നോക്കാം. ലോല വരച്ച് വരും. അപ്പൊ ഗൈസ് ഒന്നും പറയണ്ട, ഇവരെല്ലാരും കിളി പോയി. ഇതേ പോണ ഒരാള് ഇവനിപ്പോഴും ഡ്രീമില്ല. യു ആർ സ്റ്റിൽ ഇൻ ഡ്രീം റൈറ്റ്? ഇവനിപ്പോഴും ഡ്രീമില്ല. ഇവന്റെ കിളി ഇപ്പോഴും പോയിരിക്കുക. ലോല ഭയങ്കര കൊര ആയതുകൊണ്ട് അമ്മ അവളെ പിടിച്ച് റൂമിൽ പോയി. കാരണം അവളെന്നെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര കൊര, കുറെ നാളെ കണ്ടിട്ട്. അപ്പൊ എന്നോടുള്ള ഒരു ഇത് മാറി നിൽക്കുക. അപ്പം അവള് എന്നോടുള്ള ഇത് പോയി. അപ്പൊ എന്നെ പിടിച്ചിടിച്ചാൻ ഏതോ കർമ്മം വന്ന് വീടിന്റെ ഡോർ ലോക്ക്. അപ്പൊ ഞാനോർത്ത് ഇടി കിട്ടിയെന്നാ. നോട്ടറെ കണ്ടപ്പോ ഞാൻ നടത്തും ദേവിയേ എന്നുള്ള സീനായി. എന്നാണ് ഇത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സർപ്രൈസ് കഴിഞ്ഞു. ഇനി നാട്ടിലുള്ളത് അടുത്തത്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുക. കാരണം ഞാൻ നല്ല ടയർഡാ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്നലെ മിനിക്കാന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ മടുത്ത്. എനിവേ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അതെവിടുന്ന് ആ ഒരു ശബ്ദം. അപ്പൊ എനിവേ ഗൈസ്, അപ്പൊ അടുത്ത ദിവസം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്.